അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ കൂട്ടുകാരെ. നമുക്കിവിടെ സുഖമാണ്, റാഹത്താണ്, അൽഹംദുലില്ലാഹ് ഖൈറാണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ പഴമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ ഒന്ന് കാപ്പാടി കിച്ചണിലേക്ക് വന്നോളൂ കേട്ടോ. ഞാൻ അപ്പോൾ ഇവിടെ രണ്ടര പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തൊരു ചായക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരു പഴമാണോ രണ്ട് പഴമാണോ വീട്ടിലുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് വന്നോളിട്ടോ, നമ്മൾ കിച്ചണിലേക്ക് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാമല്ലോ. അപ്പോൾ ഇതാ പഴം ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത സ്റ്റേജ് നമുക്ക് എന്താണെന്ന് നോക്കാമല്ലോ. ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് ചെറിയ മുട്ട ആയതുകൊണ്ടാണ്, വലുതാണെങ്കിൽ ഒരു 4 മതിയാവും. അപ്പോൾ ഇത് 5 മുട്ട ഞാൻ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരക്ക് പകരം ഞാൻ ഇടുന്നത് തേനാണ് കേട്ടോ. തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 1 സ്പൂൺ അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ള അവിലാണ്, 1 സ്പൂണ് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നെല്ലാം സെറ്റാക്കി കൊടുക്കാം. ഈ കുറച്ചാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ ഞാനിങ്ങനെ പഴം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പിസ്ത വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളത് കൊണ്ടിട്ട് ഞാനൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രം. ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടൻ്റെ കൂട്ടാണ്. വെച്ച് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും പഴം വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മുട്ടൻ്റെ കൂട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാ സ്ഥലത്തേക്കും ആകുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒന്ന് പിസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എളുപ്പം കഴിയുന്ന പണിയാണ് കേട്ടോ. എളുപ്പം, വളരെ എളുപ്പം. അത്രയേ ഉള്ളൂ. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതാ നമ്മളെ ബനാനപ്പോള റെഡി ആയിട്ടുണ്ട്. ബനാനൻ്റെ കൂടെ തന്നെ നമ്മൾ തേന് ചേർത്തിട്ടുണ്ട്. പിന്നെന്താണ് ചേർത്തത്? അവില് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിച്ച് തന്നെ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്തോളി. എളുപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ് കേട്ടോ. ഒരു പഴം ഉണ്ടെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് 2 മുട്ട വെച്ചിട്ടും ഉണ്ടാക്കാം, 3 മുട്ട വെച്ചിട്ടും ഉണ്ടാക്കാം. ആളനുസരിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ വിരുന്നുകാർ, ഒരു കുടുംബമാണ് വരും, ചെറിയ ഫാമിലി ഒക്കെ വരികയാണെങ്കിൽ ഇത്രയും മതി കേട്ടോ. ഒരു 3 മുട്ട വെച്ചിട്ട് നമുക്കൊരു പഴമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ കളറോ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വീട്ടിലുള്ള മാത്രം സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഒന്ന് കമൻറ്റ് പറയണം. കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ഓക്കെ, ബൈ ബൈ.